നമുക്ക് ഒന്നാമത്തെ പരീക്ഷണത്തിലേക്ക് പോകാം. നമ്മുടെ ഒന്നാമത്തെ പരീക്ഷണം എന്ന് പറയുന്നത് ബലൂണിലെ വായു അതുപോലെ ബലൂണിലെ ജലം എന്നതാണ്. നമ്മുടെ ഈ പരീക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ പരീക്ഷണത്തിന് ആവശ്യമായ വസ്തുക്കൾ എന്ന് പറയുന്നത് ഒരു ബലൂൺ, അതേപോലെ തന്നെ ഒരു കുപ്പിയിൽ നിറയെ വെള്ളമെടുത്ത് ആ കുപ്പിക്ക് മുകളിൽ ഒരു ബലൂൺ ഇതേപോലെ ഉറപ്പിക്കും. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വെള്ളത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് എന്നുള്ള കാര്യം. എന്നാൽ വായു നമുക്ക് കാണുവാൻ കഴിയുകയും ഇല്ല. അപ്പോൾ നോക്കൂ, ഈ കുപ്പിക്കുള്ളിലുള്ള ജലം, വെള്ളം ഞാൻ ഈ ബലൂണിലേക്ക് പ്രവേശിക്കുന്നു. നോക്കൂ, ഞാൻ ഈ കുപ്പി ഞെക്കുന്നതിനനുസരിച്ച് കുപ്പിക്കുള്ളിലെ വെള്ളം ബലൂണിലേക്ക് പ്രവേശിക്കും. ബലൂണിലേക്ക് വെള്ളം പ്രവേശിക്കുന്നതിനനുസരിച്ച് ബലൂൺ വീർത്ത് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജലത്തിന്, അതായത് വെള്ളത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ടെന്നുള്ള കാര്യം. ബലൂണിലേക്ക് ജലം പ്രവേശിക്കുന്നതിനനുസരിച്ച് ബലൂൺ വീർക്കുന്നതിൽ നിന്നും ബലൂണിലേക്ക് പ്രവേശിക്കുന്ന ജലത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ ബലൂൺ വീർത്തു വരുന്നത്. ഇനി കണ്ടോ, ബലൂണിലെ ജലം കുപ്പിയിലേക്ക് പ്രവേശിക്കുന്നതിനനുസരിച്ച് ബലൂൺ ചുരുങ്ങി വരികയും ചെയ്യും. ഇനി നമുക്ക് ഒരു ബലൂൺ എടുത്തു നോക്കാം. വായു നമുക്ക് കാണാൻ കഴിയില്ല, അത് അറിയാനേ കഴിയൂ. ഇനി ചലിക്കുന്ന വായുവാണ് കാറ്റ്. ആ വായു ചലിക്കുമ്പോൾ ആ കാറ്റിൽ നിന്നുമാണ് നമുക്ക് വായുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയും. നമുക്ക് ഈ ബലൂണിലേക്ക് ഈ വായു പ്രവേശിപ്പിച്ച് നോക്കാം, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കൂ. കണ്ടോ, ബലൂണിലേക്ക് വായു പ്രവേശിക്കുന്നതിനനുസരിച്ച് ബലൂൺ വീർത്തു വരുന്നു. നോക്കൂ, ബലൂണിലെ വായു പുറത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബലൂൺ ചുരുങ്ങി വരും. ആ വായു നമ്മുടെ പുറത്തേക്ക് വരുമ്പോൾ, മുഖത്തേക്ക് വരുമ്പോൾ നമുക്ക് കാറ്റായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ ബലൂണിലേക്ക് വായു പ്രവേശിക്കുന്നതിനനുസരിച്ച് ബലൂണിലേക്ക് വായു പ്രവേശിക്കുന്നതിനനുസരിച്ച് ബലൂൺ ഇതുപോലെ വീർത്തു വരുന്നതിൽ നിന്നും ആ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി. നമ്മൾ ജലം ബലൂണിലേക്ക് പ്രവേശിച്ചപ്പോൾ ബലൂൺ വീർത്തത് ജലത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ബലൂണിലേക്ക് പ്രവേശിക്കുന്ന വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ബലൂൺ വീർത്തു വന്നത്. ഈ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, മറ്റു വസ്തുക്കളെ പോലെ തന്നെ വായുവിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്.